ഇന്ത്യൻ പോലീസ് സർവീസ് വഴി ബംഗാൾ കേഡറിലേക്ക് കേരളത്തിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ, കേരളത്തിൽ നിന്ന് പറയാൻ കഴിയില്ല, IPS എടുത്ത ഒരു ഉദ്യോഗസ്ഥൻ ബംഗാൾ കേഡറിലേക്ക് പോവുകയും അവിടെ ഏകദേശം 20 വർഷത്തിലധികം സർവീസ് ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് സെൻട്രൽ സർവീസിലേക്ക് പോയി. അതിനുശേഷം ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് നിരന്തരം എഴുതുകയും അങ്ങനെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ശ്രീ M. ഹരിസേന വർമ്മ അദ്ദേഹമാണ് ഇന്ന് ബ്രേവിൻ്റെക്കൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ പോലീസ് അനുഭവങ്ങളും ആത്മീയ പാതയിൽ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട പഠനങ്ങളുമാണ് ഇന്ന് ബ്രേവിൻ്റെയോട് പങ്കുവയ്ക്കുന്നത്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട്, അതായത് എനിക്ക് ജോലിയൊന്നും കിട്ടുകയില്ല, ഇത് ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് സിവിൽസ് എഴുതുന്നത്. ഇപ്പോൾ ഇൻട്രസ്റ്റുകളൊക്കെ എഴുതേണ്ടി വരും. അപ്പോൾ ഞാനതിനകത്ത് ആന്ത്രപ്പോളജിയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് എഴുതുന്നു. അതുകൊണ്ട് ആദ്യം എന്നോട് ചില ട്രൈബ്, അതിൻ്റെ എന്താണ് വാട്ട് ഈസ് ടോട്ടം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളതൊന്നും നോക്കിയിട്ടല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു സാറിൻ്റെ 2004 വരെ സാറിൻ്റെ എൻ്റെ ഫുൾ പീരീഡ് ഇടതുപക്ഷമായിരുന്നു. ചടഗ്രാം സബ് ഡിവിഷൻ, അത് രണ്ടും എൻ്റെ കീഴിൽ തന്നെയായിരുന്നു. അഡീഷണൽ SP ഖടക്പൂരിൻ്റെ കീഴിലാണ്. അവിടെ ഒരു ഇത് കിട്ടി, ഒരു ഡെഡ് ബോഡി കിട്ടി അവിടുത്തെ ഒരു ഫോറസ്റ്റിൽ. അത് വേറൊരിടത്തുനിന്ന് കിട്ടി. അത് അവിടെ നിന്നും പിന്നെ കുറേ ദൂരം 2 ദിവസത്തേക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്ത് ഇതൊരു കേസാണെന്നുള്ള മട്ടിൽ വന്നു. അപ്പോൾ അത് പക്ഷേ എങ്ങനെ സംഭവിച്ചു? ആ ലോറിയിലൊന്നും ഇല്ലാതായി, ഒരു സാധനവും ഇല്ല. അപ്പോൾ അതെന്തായിരുന്നു? അപ്പോൾ അങ്ങനെ അത് ആരും കംപ്ലയിൻറ്റ് ചെയ്തില്ല. പിന്നെ അത് അന്വേഷിച്ച് അന്ന് തൊട്ട് തുടങ്ങിയതാണ്. യാതൊരു നിയമത്തിനൊരു വിലയുമില്ല. അപ്പോൾ അത് നിയമ സാമാജികരൊക്കെ ആയിരിക്കും ചിലപ്പോൾ മുമ്പിൽ വരുന്നത്. ഓരോ രാജ്യത്തും അവൻ്റെ ഒതൻറ്റിക് ഇത് വേണം. ഒതൻറ്റിസിറ്റി എല്ലാ രാജ്യത്തും, എല്ലാ പൗരന്മാർ വേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും ഒരു ബേസിക് തിങ്ങാണ്. സർ, ഈ കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് IPS എടുത്തു, പക്ഷേ പോയത് ബംഗാൾ കേഡറിലേക്കാണ്. അതായത് ബംഗാൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് അത്രയും ദൂരമുള്ള, പ്രത്യേകിച്ചും ഒരു വലിയ വ്യത്യാസമുള്ള ഭാഷ, സൗത്തേൺ സ്റ്റേറ്റുകൾ പോലെ അല്ലല്ലോ. സാർ എങ്ങനെയാണ് ഈ സിവിൽ സർവീസിലേക്ക് എത്തുന്നതും അതിൻ്റെയുള്ള പരിശീലനങ്ങളും ആ ഒരു ഇതിലേക്ക് എത്തുന്നതും, പ്രത്യേകിച്ചും 1980 കാലഘട്ടത്തിൽ, 80 സിവിൽ സർവീസ് എഴുതാനോ അത് കയറാനോ ഒരു ആശയം എനിക്കില്ലായിരുന്നു. സിവിൽ സർവീസ് ചിലരൊക്കെ എഴുതാറുണ്ട്. എൻ്റെ ചേട്ടൻ പ്രിലിമിനറി എഴുതിയിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. പുള്ളി എഴുതിയ ശേഷം പോയിട്ടോ അങ്ങനെ ഒന്ന് മനസ്സിലായപ്പോൾ അങ്ങനെ എഴുതുന്ന അപൂർവം ചിലർ ഉണ്ടാകാം അവിടെ ഇവിടെയൊക്കെ. പക്ഷെ ആരെയും അത്ര പരിചയമില്ല. കേരളത്തിൽ ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സ് പോലും അന്നത്തെ കാലത്ത് സിവിൽ സർവീസ് ഒന്നും എഴുതുക അത് പറ്റാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ അതിനൊക്കെ വളരെ പുറകെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ BSc കഴിഞ്ഞിട്ട് കെമിസ്ട്രി ആയിരുന്നു. MScക്ക് ഇവിടെയൊക്കെ അഡ്മിഷൻ്റെ വലിയ പ്രയാസമാണ്. കാരണം സീറ്റ് വളരെ കുറവാണ്, കെമിസ്ട്രിക്ക് ഏറ്റവും കുറവ്. അപ്പം ഞാൻ ഒരു വർഷം കാത്തിട്ടാണെങ്കിലും ഞാൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോയി. അവിടെ 3 കൺസിക്യൂട്ടീവ് ഫസ്റ്റ് ക്ലാസ്സേ നോക്കുകയുള്ളൂ. അവിടെയൊക്കെ ഫസ്റ്റ് ക്ലാസ് കുറവാണ്. അപ്പം കേരളത്തിൽ ഫസ്റ്റ് ക്ലാസ് 10ാം ക്ലാസ് തൊട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ വെച്ച് പല കുട്ടികളും അവിടെ നോർത്ത് ഇന്ത്യ പല സ്ഥലങ്ങളിലും, ബനാറസ്, ആഗ്ര, സാഗർ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകാറുണ്ട് ഇവിടെ കിട്ടാത്തവർക്ക്, കെമിസ്ട്രി പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ അവിടെ എത്തിപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരുമാതിരി ആവറേജ് സ്റ്റുഡൻസ് പോലും സിവിൽ സർവീസ് പഠിക്കുന്നുണ്ട്. എല്ലാം അവരുടെ ലക്ഷ്യം അതാണ്. മാത്രമല്ല അവിടെ ഒരു സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്റർ അവർ സെക്കൻഡ് ഇയർ തുടങ്ങി. ഞാൻ MSc സെക്കൻഡ് ഇയറിന് പഠിക്കും. അപ്പോൾ അതിന് ഞാൻ ചേർന്നു. പക്ഷേ വലിയ പ്രയോജനമുള്ളതല്ല. അത് കുറച്ച് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ ഈ നമ്മുടെ ക്ലാസ്സും പഠനമായിട്ട് ഒരു തരം സംഘടന വരുന്ന സമയത്തിൻ്റെ പ്രശ്നം അങ്ങനെ പിന്നെ അത് നിർത്തി. ഞാൻ അത്തവണ സിവിൽ സർവീസ് എഴുതിയുമില്ല. 1983 ജൂണിലാണ് എൻ്റെ പരീക്ഷ കഴിയുന്നത്. MScയുടെ ജൂണിൽ തന്നെയാണ് പ്രിലിമിനറിയുടെ പരീക്ഷയും വരുന്നത്. അപ്പോൾ അത്തവണ ഞാൻ എഴുതിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് എഴുതണമെന്നുണ്ട്. പക്ഷെ എന്നാലും അതിനുള്ളൊരു ആത്മവിശ്വാസമില്ല. ഞാൻ കൂടുതൽ നോക്കിയിരുന്നത് വല്ല ലെക്ചറായിട്ട് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഇല്ല, അത് കിട്ടിയെങ്കിൽ പിന്നെ പ്രശ്നങ്ങളില്ല. പക്ഷേ അതിനുള്ള മാർക്കുമില്ല. എനിക്ക് ആ MScയുടെ മാർക്ക് വന്നപ്പോൾ എനിക്ക് അത്ര ഭയങ്കര മാർക്കും ഇല്ല. പിന്നെ നമ്മുടെ ആയിട്ട് ചില ഓരോ സമുദായങ്ങളുടെ കോളേജുകളോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ പൈസ കൊടുത്ത് കയറുന്നവരുണ്ട്. അതൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം അവരുടെ ബാങ്ക് ടെസ്റ്റുകൾ എഴുതാം, അങ്ങനെ ബാങ്ക് ടെസ്റ്റുകൾ എഴുതുക. അപ്പോൾ അതിൻ്റെ കൂടെ ഏതോ ഒരു നിമിഷം ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂടെയാണെന്ന് താമസിച്ചിരുന്നത്. ഇവിടെ മാവേലിക്കരയിലായിരുന്നു. കുറച്ചുനാൾ ട്യൂട്ടോറിയൽ പഠിപ്പിച്ചു. ഒരു 1-2 ട്യൂട്ടോറിയലായിട്ട് പിന്നെ ട്യൂഷൻ എടുത്തു. അങ്ങനെ 2-3 മാസം. അതിന് വിചാരിച്ചു അവിടത്തേക്കാട് നല്ല അന്തരീക്ഷം തൃശ്ശൂരാണ്, കുറേ കൂടെ പഠിക്കാനും ഒക്കെ. ചേച്ചി അവിടെ ഒരു പാരൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്നു, ഓണേഴ്സിലൊരാളുമായിരുന്നു.
അപ്പം തൃശ്ശൂർ മഹാറാണീസ് കോളേജ് എന്ന് പറയും. അപ്പോൾ ചേച്ചിയുടെ കൂടെ അവിടെ താമസിച്ചപ്പം ചേച്ചിയോട് ഞാൻ ഇങ്ങനെ പതുക്കെ വളരെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് 1983 ഡിസംബറിൽ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി അപ്പോഴാണ് എൻ്റെ ഈ സിവിൽ സർവീസിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്നു. അപ്പോൾ ചേച്ചി ഇത് ഞാൻ എഴുതട്ടെ, അപ്പം എഴുതാൻ എന്തോ ഭയങ്കര മടിയോട് ചേച്ചി നീ എഴുത് നിനക്ക് കിട്ടും. ആ ചേച്ചി ഭയങ്കര എൻകറേജ്മെൻറ്റ് തന്നതും പോസിറ്റീവുമാണ് വളരെ. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ ബാങ്ക് ടെസ്റ്റൊക്കെ ആയിരുന്നു, ഇതിനെപ്പറ്റി അത്ര നോക്കിയില്ല. അപ്പോൾ അങ്ങനെ പോയപ്പോൾ പിന്നെ അന്ന് പേപ്പറിൽ ഹിന്ദുവിനകത്ത് ഇങ്ങനെ ചെറിയൊരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, ആരും നമുക്ക് പറഞ്ഞു തരാനും നമുക്ക് അറിവുമില്ല. അപ്പം ആ ചെറിയൊരു അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്, IIT JEE ആണ് മെയിനായിട്ട് കൊടുക്കുന്നത്, ആ ബ്രില്യൻ ട്യൂട്ടോറിയൽസ് ചെന്നൈ. അപ്പോൾ അതിൽ അടിയിലായിട്ട് വളരെ ചെറുതായിട്ട് ഒന്ന് സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, വേറെ പലതും കൊടുത്ത് എൻ്റെ കൂട്ടത്തിൽ. അപ്പം അവരുടെ മെയിൻ ഫോക്കസ് അതല്ല. പക്ഷേ അപ്പോൾ അവർക്ക് ഞാൻ അഡ്രസ്സ് വെച്ച് എഴുതിയപ്പോഴാണ് അവരങ്ങനെ പ്രിലിമിനറിയുടെ ജനറൽ സ്റ്റഡീസും പിന്നെ ഹിസ്റ്ററി സബ്ജക്റ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഹിസ്റ്ററി എൻ്റെ അച്ഛൻ്റെ സബ്ജക്റ്റാണ്, എനിക്ക് വളരെ താല്പര്യമുണ്ട്. അപ്പോൾ അതൊരു സബ്ജക്റ്റായിട്ട്, കെമിസ്ട്രി രണ്ടാമത്തെ സബ്ജക്റ്റായിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ അതിൻ്റെ നോട്ട്സ് വന്നു, അതിൽ ജനറൽ സ്റ്റഡീസിൻ്റെ നോട്ട് വളരെ പ്രയോജനപ്പെട്ടു, വളരെ നല്ലതായിരുന്നു. അപ്പോൾ അത് അധികം പേരെ അറിയില്ല അതിനെപ്പറ്റി, ബ്രില്യൻ ട്യൂട്ടോറിയലിനെ പറ്റി അന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും പ്രിലിമിനറി എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ ക്ലിയർ ആകും ഈശ്വരാങ്കോട്. പിന്നെ അതിൻ്റെ റിസൾട്ട് വന്ന് ഓഗസ്റ്റിലാണ്. അപ്പോൾ ഓഗസ്റ്റിൽ വന്നപ്പോഴാണ് അറിയുന്നത് മെയിൻ സെലക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതിനുശേഷമാണ് മെയിൻ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പം പിന്നെ പുസ്തകങ്ങൾ പിന്നെ അതൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററിയുടെ പുസ്തകം അവിടെ ലൈബ്രറി അതൊക്കെ ഉണ്ട്, അവിടെ സെൻറ്റ് തോമസ് കോളേജ് ലൈബ്രറി അവിടെ നിന്ന് കുറച്ചൊക്കെ കിട്ടി, ചില ഗൈഡൻസ് കിട്ടി. അവിടെ ഒരു നമ്മുടെ ബന്ധത്തിലുള്ള പ്രൊഫസർ ഉണ്ടായിരുന്നു, PKT രാജ, അദ്ദേഹം നല്ല ഗൈഡൻസ് തന്നു. അതായത് UPSCക്ക് വലിയ പുസ്തകമൊന്നുമല്ല വേണ്ടത്, 8 തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ഈ നമ്മുടെ NCERT ബുക്കുകളാണ് ഹിസ്റ്ററി ഇതിലൊക്കെ പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറയും. ഹിസ്റ്ററി മെയിൻ എടുക്കുന്ന ഒരാൾക്ക് പോലും അത് നല്ലതാണ്, ജനറൽ സ്റ്റഡീസും നല്ലതാണ്, സിവിക്സ് ഇങ്ങനെ കുറേ എക്കണോമിക്സ്, പിന്നെ വേറെ ചില യോജന ഇങ്ങനെ കുറച്ച് മാസികകളൊക്കെ ഉണ്ട്, എന്താണ് ഇന്ത്യൻ ആൻഡ് ഫോറിൻ റിവ്യൂ, ഇങ്ങനെ ചിലത് അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് ഒക്കെ ഏതാണ്ട് അങ്ങനെ ചെയ്തു. അപ്പം പിന്നെ അതുപോലെ റാവൂസ് IAS സ്റ്റഡി സർക്കിളിൽ നിന്ന് ഞാൻ എന്താണ് നോട്ട്സ് വരുത്തി. അപ്പോൾ അത് പിന്നെ അപ്പോഴത്തേക്ക് സമയം ഒത്തിരിയായി. അവർ കോച്ചിങ് ഒക്കെ ഒരു വർഷമൊക്കെ ആയിട്ട് കോച്ചിങ് നടത്തുന്നതാണ്. അപ്പോൾ ഞാൻ എഴുതിയപ്പോൾ അവരെന്തായാലും ഈശ്വരാഗ്രഹം കൊണ്ട് അതിലൊരു പേഴ്സണൽ ഇതുമുണ്ട്, ഞാൻ പിന്നെ അതിൽ അത്രയും ഡീറ്റെയിൽസ് പോകുന്നില്ല. ഞാൻ എഴുത്തെഴുതി അദ്ദേഹം ഒരു പിന്നെ ലെറ്റർ എനിക്ക് തന്നു, യു റൈറ്റ് വെരി വെൽ, ദാറ്റ്സ് വെരി പോസിറ്റീവ്, ബട്ട് അറ്റ് സെയിം ടൈം യുവർ ടൈം ഈസ് വെരി ഷോർട്ട്, 2 monthsേ ഉള്ളൂ, ഞാൻ കുറച്ചുകൂടെ വേഗം അയച്ചു തരാം. പല ഘട്ടങ്ങളായിട്ടാണ് അവർ അയക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഒരുമിച്ച് തരാം, അങ്ങനെ കുറേയൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ പരീക്ഷ പിന്നെ ഇതാണ് സെപ്റ്റംബർ ഒക്ടോബർ 2 മാസം നല്ലപോലെ സെപ്റ്റംബർ ഒക്ടോബർ നല്ലപോലെ പഠിച്ചു. ഒക്ടോബർ ആദ്യമായിരുന്നു പരീക്ഷ 8 പേപ്പറുകളുണ്ട്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ആദ്യ 2 ഒരു റീജിയണൽ ലാംഗ്വേജ്, അത് മലയാളം എടുത്തത്, 10ാം ക്ലാസ് വരെ സ്റ്റാൻഡേർഡേ ഉള്ളൂ. പിന്നെ ഇംഗ്ലീഷ്, ഈ 2 പേപ്പറുകൾ ആദ്യം കഴിയും. അപ്പോൾ അതിനിടയിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ചോയ്സ് കൊടുക്കണം. ഈ എന്താണ് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കേഡറിൻ്റെ ചോയ്സ് അപ്പോൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ചോയ്സും കൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഹിസ്റ്ററി കെമിസ്ട്രി എടുക്കാമെന്നാണ്. പക്ഷേ ആ സമയത്ത് എനിക്കൊരു ഭൂതം തോന്നി കെമിസ്ട്രി എടുത്താൽ നടക്കില്ല, മലയാളം ലിറ്ററേച്ചർ എടുത്തു. അപ്പോൾ ചേച്ചിയുടെ മലയാളം ലിറ്ററേച്ചർ ആയിരുന്നു ചേച്ചി MAക്ക് എടുത്തത്. അപ്പോൾ ചേച്ചി വലിയ പ്രയാസമാണ്, എൻ്റെ ഗ്രാമർ ഇതൊക്കെയുണ്ട്, എനിക്കിതാണ് ഒരു കംഫർട്ടബിളായിട്ട് തോന്നുന്നത്. അപ്പോൾ എഴുതുന്ന ശീലമൊക്കെ നേരത്തെ ഉണ്ട്, കുറേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു താല്പര്യമുണ്ട്, എഴുതാൻ പറ്റും എന്നൊരു വിശ്വാസമുണ്ട്. അത് എടുത്ത് വളരെ നന്നായി ആ ഡിസിഷൻ. അപ്പോൾ അങ്ങനെ ഈ മലയാളവും പിന്നെ ഹിസ്റ്ററിയും ജനറൽ സ്റ്റഡീസ് ഇതൊക്കെ പിന്നീടാണ്. അപ്പോൾ നവംബർ 1-ാം തീയതിയാണ് നവംബർ 2-ാം തീയതിയാണ് ആ പേപ്പറുകൾ തുടങ്ങുന്നത്. അപ്പോൾ ഒക്ടോബർ ഞാൻ ഈ 2 മാസം കൊണ്ട് മാക്സിമം പഠിച്ചു, പക്ഷേ വളരെ പുറകിലാണ്, കാരണം 2 മാസം വളരെ ഷോർട്ടാണ്. പക്ഷെ അപ്പം ഒക്ടോബർ 31 അപ്പം ഞാൻ അന്ന് പിറ്റേ ദിവസമാണ് 1-ാം തീയതിയാണ് തിരുവനന്തപുരത്തോട്ട് പോകുന്നത്. അവിടെ മാത്രമേ അന്ന് സെൻറ്റർ ഉള്ളൂ. 2-ാം തീയതിയാണ് പരീക്ഷ ഉള്ളത്. 2-ാം തീയതിയാണ് 3-ാം തീയതിയാണ് ചെറിയ സംശയമുണ്ട്, 2-ാം തീയതി ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒക്ടോബർ 31 അന്ന് വൈകുന്നേരം ഇതെല്ലാം പോകാനൊക്കെ റെഡിയായി. അന്ന് വൈകുന്നേരം ന്യൂസ് വന്നു, നമ്മുടെ ശ്രീമതി ഇന്ദിരാഗാന്ധി അസാസിനേറ്റഡ്. പിന്നെ അതോടെ പരീക്ഷകളെല്ലാം മാറ്റിവെച്ചു. അങ്ങനെ എനിക്ക് 1 മാസം കൂടെ സമയം കിട്ടി. അവിടെ എന്തോ ഒരു രാജ്യത്തിന് ഇത്രയും വലിയൊരു ആഘാതം കിട്ടി. അപ്പോൾ എനിക്കതൊരു വ്യക്തിപരമായി വളരെ പ്രയോജനപ്പെട്ടു എന്ന് സത്യസന്ധമായി പറയാം. ആ 1 മാസം കിട്ടിയതിന് ഒരുപാട് കൂടുതൽ പഠിക്കാൻ പറ്റി. കാരണം അവിടുന്ന് കുറേ കൂടെ നോട്ട്സ് അപ്പോൾ തരാനുണ്ടായിരുന്നു, അപ്പോൾ വന്നു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു, അദ്ദേഹം മുഖാന്തരം അദ്ദേഹം ഡൽഹിയിലായിരുന്നു, കേണലായിരുന്നു, അദ്ദേഹം അവിടുന്ന് കളക്ട് ചെയ്ത് അയച്ചു. പക്ഷേ അതൊക്കെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ
പരീക്ഷ ഡേറ്റ് കഴിഞ്ഞിട്ടാണ് നവംബർ ആദ്യം കിട്ടി. പക്ഷേ അതെനിക്ക് പ്രയോജനപ്പെട്ടു. പരീക്ഷ നവംബർ അവസാനമായി മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ എഴുതി. അത് കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. ഇൻ്റർവ്യൂവിന് ഡൽഹിയിൽ പോയി. ഈ കേണൽ അദ്ദേഹത്തിൻ്റെ അവിടെയാണ് താമസിച്ചത്. അത് കഴിഞ്ഞ് മെയ് മാസത്തിലാണ് ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞപ്പോൾ ഇത് കിട്ടി. ഇതാണ് എൻ്റെ ഒരു അപ്പം ഒരു കാര്യം കൂടെ പറയാനുള്ളത് വെച്ചാൽ എനിക്ക് ഈ പിന്നെ പ്രിലിമിനറി കിട്ടിയപ്പോഴാണ് ഞാൻ അത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു IAS IPS ഓഫീസറെ പേഴ്സണലായിട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഒന്ന് കണ്ട് ഗൈഡൻസ് എടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ അന്ന് തൃശ്ശൂരിലെ അസിസ്റ്റൻറ്റ് കളക്ടർ VJ കുര്യൻ സാറുണ്ട്. അദ്ദേഹത്തിന് എനിക്കൊരു പരിചയമില്ല ഒരു രീതിയിൽ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. അന്നൊരു നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തതുകൊണ്ട്, അതായത് എനിക്ക് ജോലിയൊന്നും കിട്ടുകയില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്നാണ് സിവിൽ സർവീസ് എഴുതുന്നത്. ബാങ്ക് ടെസ്റ്റ് എഴുതി അതിലേതെങ്കിലും കിട്ടിയാൽ മതി. ലെക്ചറായിട്ട് കിട്ടിയാൽ ഇതിലേതെങ്കിലും എത്രയോ സർവീസുകളുണ്ട്, 36 സർവീസുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ഗ്രൂപ്പ് A ഗ്രൂപ്പ് B ദൈവം ഒരെണ്ണം കിട്ടിയാൽ മതി ദൈവമേ എന്ന് പറഞ്ഞാണ് ഞാൻ നിന്നിരുന്നത്. അപ്പോൾ ആ വളരെ എളിയ ഇതിലായിരുന്നു. അപ്പോൾ ഇതിൽ അദ്ദേഹത്തിനെ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞ് പോയി കണ്ടു. അദ്ദേഹം വളരെ കാര്യമായിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തു. അതെവിടെ അദ്ദേഹം പോയിരിക്കാം, നേരത്തെ പറഞ്ഞിട്ടൊന്നുമല്ല. ഒരു 2-3 മണിക്കൂർ സാറ് വരുന്നു എല്ലാവരും പറഞ്ഞപ്പോൾ സാർ ഇങ്ങനെ കയറി ചെറുപ്പക്കാർ ഉടനെ എന്നെ ഞാൻ പറഞ്ഞു സാർ ഞാൻ പ്രിലിമിനറി പാസ്സായി. ഉടനെ എൻ്റെ തോളിൽ പിടിച്ച് അകത്ത് കൊണ്ടുപോയി. എന്നിട്ട് അത് എനിക്ക് ഭയങ്കര എൻകറേജ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞു സാർ എനിക്കൊക്കെ കിട്ടുമോ സിവിൽ സർവീസ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു നോക്ക് എനിക്ക് കിട്ടാമെങ്കിൽ പുറമേക്ക് കിട്ടും എന്ന് പറഞ്ഞ് അത് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. സാറേ, സിവിൽ സർവീസിൻ്റെ ഈ ഇൻ്റർവ്യൂവിനെ പറ്റി ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഈ ഇൻ്റർവ്യൂ എങ്ങനെയാണ്? അതിൻ്റെ ഒരു അത്ര ടഫാണോ? ഏത് രീതിയിലാണ്? അതിൻ്റെ ഒരു സാധാരണ ഇൻ്റർവ്യൂ പോലെയാണോ? വ്യത്യാസമുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ? സിവിൽ സർവീസ് ഇൻ്റർവ്യൂ വളരെ പ്രൊഫഷണലി ഒരു സൗണ്ടായിട്ടുള്ളൊരു സെറ്റിംഗ് ആണ് ഇതിനകത്ത്. കാരണം അതിനകത്ത് പല പിന്നെ ഫീൽഡുകളിൽ നിന്നുള്ള വ്യക്തികളുണ്ടാവും. അതായത് ഒരു ചെയർമാൻ വന്ന UPSCയുടെ ഒരു അംഗമാണ്. അപ്പം അത് തന്നെ എന്തെങ്കിലും ഒരു ഫീൽഡിൽ ഒരു അക്കാഡമിക്കോ അല്ലാതെ ഫീൽഡിലൊരു ഡിസ്റ്റിങ്ഷ്ഡ് ഒരാളാണ് പൊതുവേ UPSC അംഗം ആകേണ്ടത്. അപ്പോൾ അങ്ങനെ അദ്ദേഹമാണ് ഓരോ UPSC അംഗങ്ങളും ഓരോ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ ചെയർപേഴ്സണാണ്. അപ്പോൾ അങ്ങനെ ഒരു 5-6 ബോർഡുകൾ ഒരേ സമയം പ്രവർത്തിക്കും. അപ്പോൾ ആ ബോർഡിലൊക്കെ വേറൊരു 6-7 മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരാൾ സിവിൽ സർവീസിൽ നിന്ന് വന്നവരായിരിക്കും. ഒന്നുകിൽ IPS അല്ല IAS ആയി നിന്ന് റിട്ടയർ ചെയ്ത് അങ്ങനെയുള്ളവരുണ്ടാവും. അതുപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വേറെ ഓരോ ഫീൽഡ് എക്കണോമിക്സ് അല്ല സയൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള എനിക്ക് അതിൻ്റെ എക്സാക്ട് സ്ട്രക്ചർ അറിഞ്ഞൂടാ. എന്നാലും ഡിഫറെൻറ്റ് ഫീൽഡിൽ ഉള്ള ആളുകൾ, അതുപോലെ ഓരോ വ്യക്തിക്കും വൈഡ് നോളജും ഉണ്ടെന്നാണ് ധരിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ എന്നാലും അതൊന്നും പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ഇന്ത്യയിൽ നടക്കുന്ന ഇൻ്റർവ്യൂകൾ വെച്ച് ബെസ്റ്റ് ഇതാണെന്നാണ് അത് കാലങ്ങളായി തെളിയിക്കപ്പെട്ട ഒരു കാര്യമാണ്. അത് 100% ശരിയല്ലെങ്കിൽ പോലും വൺ ഓഫ് ദി വെരി വെരി ബെസ്റ്റ് ആണത്. ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഒരു ഫയർ ചോദ്യങ്ങളായിരിക്കും അതോ ഒരു സമയം തന്നുള്ള? പിന്നെ അത് ആദ്യം അവർ നമ്മളെ ഒന്ന് കംഫർട്ടബിൾ ആക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അത് ഓരോ ബോർഡിൻ്റെ പോലെ ഇരിക്കും. ചില ബോർഡുകൾ അത്ര ഇതാവില്ല. അവരിങ്ങനെ ഒരുപാട് പേരെ കണ്ട് ടയേർഡായിട്ടിരിക്കുന്നതൊക്കെ ആയിരിക്കാം. അവിടെയൊക്കെ ഒരു വ്യക്തിപരമായ ഒരു ഇത് വരുമല്ലോ, ഒരു പിന്നെ പ്രിജുഡീസോ അതും ഇതൊക്കെ വരും. അങ്ങനെ ചിലപ്പോൾ അത് ചിലർക്കൊക്കെ ബാധിക്കാറുണ്ട്. പക്ഷേ പിന്നെ ആദ്യം പൊതുവേ തുടങ്ങുന്നത് നമ്മുടെ പേരിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേരിൻ്റെ കാര്യം അതൊരു പ്രത്യേകതയുള്ള പേരായതുകൊണ്ട് അതൊക്കെ ഞാൻ തയ്യാറാക്കി കൊണ്ടുവരുന്നു. അപ്പോൾ അങ്ങനെ ആദ്യം നമ്മുടെ പേര് ചോദിക്കുക, എന്താണ് ആദ്യം എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്ഥലത്തെപ്പറ്റി എന്തെങ്കിലും ചോദിക്കും. കേരള അല്ലെങ്കിൽ പിന്നെ ആ പർട്ടിക്കുലർ സ്ഥലം ഇമ്പോർട്ടൻ്റ് ആണ് അതിനെപ്പറ്റി, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ പേര്, ഇങ്ങനെ കുറച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ സബ്ജക്റ്റിനെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സബ്ജക്റ്റിന് എൻ്റെ കാര്യത്തിൽ കുറച്ച് ചോദിച്ചു. കെമിസ്ട്രി എനിക്ക് അത്ര ഉറപ്പുള്ള ഫീൽഡല്ല, അതിനെപ്പറ്റി ചോദിച്ചു. അപ്പം പിന്നെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു. പിന്നെ വേറെ നമ്മൾ ആ ആപ്ലിക്കേഷൻ അതായത് മെയിൻ എക്സാമിന് കൊടുക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഹോബീസോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകളൊക്കെ എഴുതേണ്ടി വരും. അപ്പോൾ ഞാനതിനകത്ത് ആന്ത്രപ്പോളജിയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് എഴുതുന്നു. അതുകൊണ്ട് ആദ്യം എന്നോട് ചില ട്രൈബ്, അതിൻ്റെ വാട്ട് ഈസ് ടോട്ടം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളതൊന്നും നോക്കിയിട്ടല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ടു. ഏതായാലും ഇൻ്റർവ്യൂ തിരക്കേടില്ലായിരുന്നു എന്നേ പറയാൻ പറ്റും. വളരെ വലിയ ഹൈ മാർക്കല്ലായിരുന്നു. പക്ഷേ എനിക്ക് റിട്ടേൺ വളരെ കൂടുതലുണ്ടായിരുന്നു. അതിൻ്റെ തോതിൽ ഇൻ്റർവ്യൂവിനില്ലായിരുന്നു. അതിലും IPS-ലെത്തി. അങ്ങനെയാണ് എൻ്റെ കഥ. ബംഗാൾ കേഡറിലേക്കാണ് എത്തുന്നത്. ബംഗാൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അത്രയും ഒരു പ്രാധാന്യമുള്ളൊരു മണ്ണായിരുന്നു. അതായത് അരവിന്ദോ ഘോഷും സുഭാഷ് ചന്ദ്രബോസ്, ബാലേന്ദ്രനാഥ്, അങ്ങനെ ഒരുപാട് പേരുടെ ഒരുപാട് ത്യാഗങ്ങളുടെ കഥയുള്ള സ്ഥലമാണ് ബംഗാൾ. എന്തു തോന്നി എത്തിയപ്പോൾ? അവിടെ പിന്നെ എത്തിയപ്പോൾ പിന്നെ വളരെ സംസ്കാരമുള്ള ഒരു
പ്രദേശം വളരെ എന്താണ് വളരെ ഒരു റിച്ചായിട്ടുള്ള ഒരു ഭാഷ, അതൊക്കെ മനസ്സിലുണ്ട്. ഒരു കാലത്ത് വാട്ട് ബംഗാൾ തിങ്സ് ടുഡേ ഇന്ത്യ തിങ്സ് ടുമോറോ എന്നായിരുന്നു പറഞ്ഞത്. സ്വാമി വിവേകാനന്ദനും ശ്രീരാമകൃഷ്ണ പരമഹംസനും ഒക്കെ ഉള്ള എല്ലാവരും. അത് അപ്പം പിന്നെ ഞാനൊക്കെ ചെന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് ഗ്രേറ്റ് ബംഗാളീസ് പറഞ്ഞ ഓരോരുത്തരായിട്ട് വളരെ കുറച്ച് പേരുണ്ട്, സത്യത്രേ ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷേ അത് വളരെ ഒരു സാംസ്കാരികമായി വളരെ ഒരു ഉയർന്നൊരു പ്രദേശമാണ്. മറ്റു ചില സ്ഥലങ്ങളെ പറ്റി പറയുമ്പോൾ ഹരിയാനക്കാർ തന്നെ പറയുന്നുണ്ട്, അവരോട് എനിക്ക് ബഹുമാനത്തോടെ അവർ ഹരിയാനാസ് കൾച്ചർ ഈസ് അഗ്രികൾച്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെയല്ല, അതുണ്ട്. പക്ഷേ അതേസമയം തന്നെ ബംഗാളും കേരളമായിട്ട് ഒത്തിരി സാമ്യങ്ങളുമുണ്ട്. അപ്പം അത് സാമ്യങ്ങളുടെ വ്യത്യാസങ്ങളും ഉണ്ട്, പുറമേ നോക്കുമ്പോൾ ഒത്തിരി സാമ്യങ്ങളുണ്ട്. പക്ഷേ അപ്പോൾ പിന്നെ അങ്ങനെ നോക്കി എനിക്ക് പ്രത്യേകിച്ച് തോന്നിയില്ല. പക്ഷേ ബംഗാൾ കേഡറിനെ പറ്റി അത്ര നല്ല അഭിപ്രായമല്ലായിരുന്നു അന്ന്. കാരണം ബംഗാൾ കേഡറിൽ പ്രൊമോഷനൊക്കെ വളരെ സ്ലോ ആയിരുന്നു. അവിടെ പോലീസിനകത്ത് തന്നെ യൂണിയൻ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന അസോസിയേഷൻസ് ഉണ്ട്. ഇടതുപക്ഷത്തിൻ്റെ അനുകൂലമായിട്ടുണ്ടായിരുന്നു, കോൺഗ്രസ് പക്ഷത്തിൻ്റെ അനുകൂലമായിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ തന്നെ രാഷ്ട്രീയ രീതിയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അതൊരു അവിടെ പിന്നെ വലിയൊരു ഫ്യൂഡൽ സെറ്റപ്പിലൊക്കെയാണ് ഈ IAS IPS ഓഫീസിൽ പലർക്കും വലിയ താല്പര്യം. അവിടെ ചെല്ലുമ്പോൾ ഫെസിലിറ്റീസൊക്കെ കൂടുതലുണ്ട്. അവിടെ രാജാവിനെ ഒരു സെമി രാജാവിനെ പോലെയൊക്കെ ജീവിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ കേരളത്തിലെ പോലെ, കേരളത്തിൽ നിന്ന് വന്നുകൊണ്ട് ആ പ്രയാസം ഇല്ല. നമ്മൾ സാധാരണക്കാരെ പോലെയാണ്, ആ ഒരു ഇതില്ല. ബംഗാളിനെക്കാട്ടിലും കുറവാണ് നമുക്ക്. നമ്മൾ തന്നെ ഒരു സാധനം കയ്യിൽ ഒരു ബാഗ് എടുക്കുന്നതിൽ ഒന്നും നമുക്ക് വിഷമമില്ല. നമ്മളെല്ലാം അധ്വാനിക്കുന്നവരുടെ പിന്നെ നമുക്കൊരു ബഹുമാനമുണ്ട് ഇവിടുത്തെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ പ്രഭാവം കൊണ്ടൊക്കെ പല കാര്യങ്ങൾ കൊണ്ടും അങ്ങനെ. പക്ഷെ അവിടെ അതുകൊണ്ട് നല്ല ഈ ലെവലിൽ ഇല്ല. അവിടെ കുറേ ഫ്യൂഡൽ എലിമെൻറ്റ്സ് കുറച്ചുണ്ട് ഇത്തരം കാര്യങ്ങൾ. പക്ഷെ അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വ്യത്യസ്തമായൊരു സംസ്കാരം. ആദ്യം എനിക്ക് വിഷമമുണ്ടായിരുന്നു ഈ പ്രൊമോഷൻ, അതിലൊക്കെ മിക്കവാർക്കും പേർക്ക് വിഷമമാണ് അവിടെ. പക്ഷേ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്ര വ്യത്യസ്തമായൊരു സ്റ്റേറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ പ്രൊഫഷണലി നമ്മൾ കേരളത്തിനേക്കാളും കൂടുതൽ ചലഞ്ചിങ് ആണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. സർ, അവിടെ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ എനിക്ക് തോന്നുന്നു അപ്പോഴത്തേക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിലായിരുന്നു. കോൺഗ്രസിൽ നിന്ന് പിടിച്ചെടുത്തതിന് ശേഷം ജയിച്ചതിന് ശേഷം അവരാണ് പിന്നെ വർഷങ്ങളോളം, എനിക്ക് തോന്നുന്നു സാറിൻ്റെ 2004 വരെയും സാറിൻ്റെ ഫുൾ പീരീഡ് ഇടതുപക്ഷമായിരുന്നു. അതെ. അപ്പോൾ മമതാ ബാനർജി എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്തൊക്കെ ഉയർന്നു വരുന്ന കാലയളവാണ്. കോൺഗ്രസിൽ നിന്ന് ഒരു യുവ നേതാവായിട്ട് ഉയർന്നു വരുന്ന. അതെ, ഇൻഫാക്ട് കറക്റ്റ്. അപ്പോൾ ഈ ഒരു അവിടുത്തെ ഒരു സംഘർഷ സാഹചര്യം എങ്ങനെയായിരുന്നു? ഈ സംഘർഷം ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ സംഘർഷം ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും കേരളം പോലെയല്ല, ഇതിനെക്കാട്ട് വളരെ കൂടുതൽ പൊളിറ്റിക്കൽ സംഘർഷം അവിടെ. അവിടെ പൊതുവേ വയലൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അന്ന് പിന്നെ ക്രൈം കൂടുതലാണ്. ഇപ്പോൾ ഈ കേരളത്തിൽ ഡെക്കോയിറ്റി എന്ന് പറയുന്നത്, അതായത് കൊള്ള എന്ന് പറയുന്നത് സംഘടിത കൊള്ള. പിന്നെ അത് എൻ്റെ മറ്റ് ബാച്ച്മേറ്റ്സിനോടൊക്കെ സംസാരിക്കാറുണ്ട്. അത് ഇവിടെ ഇല്ല. ഇവിടെ ടെക്നിക്കലി മാത്രമേ ഉള്ളൂ. 5 പേര് ചേർന്ന്, 5ഓ അധികമോ ആളുകൾ ചേർന്ന് ഒരു വീടോ വേറെ ഒരു സ്ഥാപനം എന്തെങ്കിലും ആക്രമിച്ച് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നതിനാണ് ഡെക്കോയിറ്റി എന്ന് പറയുന്നത്. 5ൽ താഴെയാണെങ്കിൽ അത് റോബറി ആവുള്ളൂ, ആംഡ് റോബറി ഒക്കെ ആകും. അപ്പം ഇവിടെ ശരിയായിട്ട് ആംഡ് റോബറിയാണ്. പിന്നെ ചിലപ്പം വളരെ ടെക്നിക്കലി ചില ഡെക്കോയിറ്റി ഉണ്ട്. അവിടെ ഡെക്കോയിറ്റി വളരെ ധാരാളമുണ്ട്, ഗ്രാമങ്ങളിലും നഗരത്തിനകത്തുമുണ്ട്. അപ്പോൾ അവിടെ പിന്നെ മറ്റ് ക്രൈമും മർഡറും എല്ലാം ഇവിടുത്തെക്കാട്ടിലൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനൊരു വയലൻസിൻ്റെ കൾച്ചർ ഇവിടെ ഉണ്ട്, നേരത്തെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഇടതുപക്ഷം ഉയർന്നു വന്നപ്പോഴും അതുപോലെ നക്സലൈറ്റ് മൂവ്മെൻറ്റ് ബംഗാളിൽ നിന്ന് അതൊക്കെ പിന്നെ സപ്രസ്ഡായി. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വയലൻസും അത് ഒരു സ്ഥിരമുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ അന്ന് ഞാൻ ചെന്നപ്പോൾ കോൺഗ്രസ് ഇടതുപക്ഷം എന്നുള്ള ഒരു സംഘടനമായിരുന്നു. പക്ഷേ എല്ലായിടത്തും അങ്ങനെയല്ല. ഇടതുപക്ഷത്തിനകത്ത് തന്നെയുള്ള ഫോർവേഡ് ബ്ലോക്ക്, CPI, RSP ഇവരൊക്കെയാണ് ശരിയായ പ്രതിപക്ഷമായിട്ട് പ്രായോഗികമായി ഓരോ ജില്ലകളിലുള്ളത്. കോൺഗ്രസ്സിന് പലയിടത്തും വളരെ ചെറിയ അസ്തിത്വമേ ഉള്ളൂ. അപ്പോൾ ഇവർ ഭരണം ഒരുമിച്ചും സമരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പോലെ സമരവും ഒരുമിച്ചും. അപ്പോൾ 2 സൈഡും ഇടതുപക്ഷത്തിൽ തന്നെ നിൽക്കുമല്ലോ. അങ്ങനെ എൻ്റെ ഒരു രാഷ്ട്രീയം പറയല്ല. പക്ഷെ അപ്പോൾ 2 പേരും എതിർക്കുന്നവരുടെ കൂടെയും ജനങ്ങൾ വരും. അപ്പം മറ്റേ ഭരിക്കുന്നവരുടെ കൂടെ അവിടെ മെയിൻ CPM-ൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം ജനങ്ങൾ കൂടുതലും വളരെ തന്ത്രപൂർവ്വമാണെന്ന് പറയാം. ജനങ്ങളെല്ലാം എൻ്റെ കൂടെ നിന്നിരുന്നു. കുറേ നല്ല കാര്യങ്ങളും ഞാൻ വരുന്നതിന് മുമ്പായിട്ട് അവിടെ നടന്നിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടും മറ്റ് പല കാരണങ്ങളിലൂടെ അവർ പിന്നെ ജയിച്ചു വന്നിരുന്നു. അപ്പോൾ ഈ അവരെ ചലഞ്ച് ചെയ്യുന്ന കോൺഗ്രസ് ആണ്. അപ്പോൾ അവരോട് സംഘടന ഉണ്ടായി. പക്ഷേ കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്നൊരു ഒരു ദൃഢനിശ്ചയത്തോടുള്ള എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ചിലരൊക്കെ കോൺഗ്രസ്
CPM ബി ടീമാണെന്ന് പറയും. പക്ഷേ അതിൽ നിന്ന് ഈ മമതാ ബാനർജിയാണ് അവരെ ഒരു ഇതായിട്ട് ഉയർന്നു വന്നത്. അപ്പോൾ അവർ വന്നതോടെ അവർ മാത്രമാണ് സ്റ്റെഡ് ഫാസ്റ്റ് CPM ഗവൺമെൻറ്റിനെതിരായിട്ട്. മറ്റുള്ളവരൊക്കെ വാചകം പറയുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സംഘടന ഉണ്ടായി. സ്ട്രീറ്റ് ഫൈറ്റർ ആയിരുന്നു, ഒരുപാട് സംഘടന. അടിയും അവർക്ക് തലയ്ക്കൊക്കെ അടി കിട്ടിയ അവർക്ക് അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ അനുയായികൾ 11 പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് കൽക്കട്ടയെ വെച്ച്. പിന്നെ വേറെ ഒരു 11 പേരെ കൊന്നിട്ടുണ്ട്. പിന്നെ നോർത്ത് 24 ബ്രാഞ്ചിലൊക്കെ നടന്ന കാര്യമാണ് ആ സമയങ്ങളിലൊക്കെ. ഇത് ഈ പിന്നെ CPM-ആയിട്ടുള്ള സംഘർഷത്തിനിടെ പോലീസുമായിട്ട് പോലീസുമായി സംഘടനമായി മാറുന്നു. അപ്പോൾ പോലീസ് ഫയറിങ് നടക്കുന്നു. അങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്. അല്ലാതെ തന്നെ ഇവർ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൊലപാതകങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. ഈ സാറ് ഈ ഒരു അതായത് ഈ IPS എന്ന് പറയുമ്പം പോലീസ് എന്ന് പറയുമ്പം കൊലപാതകങ്ങൾ ഇതുമായിട്ടൊക്കെ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ. അതായത് ഈ പറയും നമ്മൾ ചെന്ന് കൊലപാതകങ്ങളും ഒക്കെ ഇതിലൊക്കെ ഇത് അന്വേഷണത്തിലൊക്കെ ഇടപെടുന്ന സമയത്ത് കുറച്ചൊരു ഡാർക്കായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. വളരെ ഡാർക്ക് ആൻഡ് അതൊരു പോലീസിൻ്റെ ഒരു വലിയൊരു ഇതാണ്. പക്ഷെ അങ്ങനെ ആകേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ അതൊരു ചെറിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ പിന്നെ അതിൻ്റെ അന്തരീക്ഷം തന്നെ ഒരു എന്താണ് ലോക്കപ്പ് തന്നെ ഇത് മാറേണ്ടതാണ്. ഇപ്പോൾ പലയിടത്തും മാറുന്നുണ്ടെന്ന്. ലോക്കപ്പ് തന്നെ ഒരു നാറ്റമൊക്കെ പിടിച്ച് അവിടെ തന്നെ ഒരു മൂത്രമൊഴിക്കാൻ ചെറിയൊരു സ്ഥലം ഉണ്ടാവും. ചിലപ്പോൾ അവരെ വെളിയിലായിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുള്ള സൗകര്യം പോലും ഇല്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ മാൽഖാന എന്ന് ഞങ്ങൾ പറയും. അതായത് ഇവിടെ മലയാളത്തിൽ എന്താ പറയുന്നത് അറിഞ്ഞുകൂടൊക്കെ. ഇവിടുത്തെ അതായത് ഓരോ ഈ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന ഒരു മുറി ഉണ്ടാവും. അതിനെല്ലാം കണക്കുകളും എല്ലാം ഉണ്ട്. പക്ഷേ അത് പലപ്പോഴും അത് കണക്കുകളോ അത്ര കൃത്യമായിരിക്കില്ല. വർഷങ്ങളായി ദശാബ്ദങ്ങളായിട്ടുള്ള തൊണ്ടി മുതൽ അവിടെ ഉണ്ടാവും. കാരണം കോടതികളിൽ നിന്ന് വിധി വരുന്നില്ല, അല്ലെങ്കിൽ പിന്നെ വേണ്ട പോലെ അതിനെ പർസ്യൂ ചെയ്തിട്ടില്ല. പലപ്പോഴും വിധിയും വരുന്നില്ല. അതൊക്കെ ഒരു കോടതി വിധി പറയുമ്പോഴാണ് പിടിച്ച തൊണ്ടി മുതൽ ആർക്ക് കൊടുക്കണം. അതിപ്പം ഒരു കള്ളനെ ശിക്ഷിച്ചാൽ ആ കള്ളൻ മോഷ്ടിച്ച സാധനം പിന്നെ മറ്റേ ഉടമസ്ഥന് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഓർഡർ അവിടെ കാണില്ല. പിന്നെ ആ ഓർഡർ രണ്ടാമത് എഴുതണം. പോലീസ് പിന്നെ എഴുതി അത് എന്തെങ്കിലും പിന്നെയും ഹിയറിങ്ങിന് വന്ന് പിന്നെ എന്താണ് താരീഖ് പെർ താരീഖ് എന്നല്ലേ, പിന്നെ അടുത്ത താരീഖ് ഇങ്ങനെ നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അത് സാധനങ്ങൾ അവിടെ കിടക്കും. ആ മാൽഖാന ഒന്നല്ല, അതിൻ്റെ അപ്പുറത്തെ വേറൊരു മുറിയിൽ കാണും. അതിലൊക്കെ അസ്ഥികൂടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലയിടത്തൊക്കെ പിന്നെ ഈ ഫോറൻസിക് സയൻസ് ലാബറട്ടറിയിൽ കൊടുക്കാൻ വേണ്ടി വിടുന്നതും വിട്ട ശേഷം തിരിച്ചും വരും. അവർ എക്സ്പാൻഡ് ചെയ്ത് ആ സാധനം ഇങ്ങനെ ഒരു തുണിയെ കെട്ടിയിട്ട് ഓരോ മരങ്ങളിൽ കെട്ടി തൂക്കുമായിരുന്നു. അപ്പോൾ അവിടെ അതിനകത്ത് ഓരോ ശരീരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇതൊക്കെ ശരിയായിട്ട് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ മൊത്തം ഒരു അന്തരീക്ഷം തന്നെ. അങ്ങനെ ആ അന്തരീക്ഷം ജീവിക്കുന്ന വ്യക്തികൾ, അവിടെ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ മനസ്സ് തന്നെ കുറച്ച് കഠിനമാകും. അതായത് വൃത്തിയാക്കി ഇപ്പം പലയിടത്തും പിന്നെ വനിതാ പോലീസ് വരുന്നുണ്ട്, സ്വീകരിക്കാൻ ഒരാളുണ്ട്. അപ്പോൾ എല്ലാം അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അത് പോലീസുകാരുടെ മാത്രം കുറ്റമല്ല, അത് കൂടുതലായിട്ട് ഗവൺമെൻറ് തന്നെ പോലീസ് ഒരു ഇൻകം ജനറേറ്റിംഗ് റവന്യൂ ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് അല്ലല്ലോ. അപ്പം പോലീസിന് വേണ്ടി പൈസ വളരെ കുറച്ചേ കൊടുക്കുകയുള്ളൂ. ഏറ്റവും മിനിമം ചെയ്യുക അതിന് പോലീസുകാർ തന്നെ ഉണ്ടാക്കിക്കൊള്ളുന്നുള്ള മട്ടിലാണ്. അപ്പോൾ ബേസിക്സ് പോലും ഇല്ല. ഒരു പോസ്റ്റ്മോർട്ടത്തിന് ശവശരീരം കൊണ്ടുപോകുകയാണെങ്കിൽ അതിനുള്ള ആ വണ്ടി കൊണ്ടുപോകാനും ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു ഡോക്ടറെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. അയാളാണ് ശരിയായിട്ട് ചെയ്യുന്നത്. ഡോക്ടർ അത് സൂപ്പർവൈസ് ചെയ്യുകയുള്ളൂ പ്രാക്ടിക്കലി. അപ്പോൾ അയാൾക്കും പൈസ കൊടുത്തില്ല, അയാൾ ശരിയായിട്ട് എല്ലാം കൂടെ തുന്നിക്കുത്തി തരിക പോലും ഇല്ല. ഇതെല്ലാം പോലീസുകാരും ചെയ്യണം. അപ്പോൾ എവിടുന്ന് അവർക്ക് പൈസ ഇങ്ങനെ 100. അപ്പം പൊതുവെ അഴിമതിയിലേക്ക് പോലീസിനെ വിടാൻ തക്കവണ്ണമുള്ള ഒരു അന്തരീക്ഷമാണ്. അവർ പറയും പോലീസിന് പൈസയുണ്ട്, അഴിമതിയുണ്ട്, അത് പോലീസ് ചെയ്യും. അപ്പോൾ മൊത്തം ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, നെഗറ്റീവ് റിസൾട്ടേ വരുള്ളൂ. അപ്പോൾ പോലീസിന് നമ്മുടെ ആവശ്യമാണ്. പോലീസ് ജനങ്ങൾക്ക് ആവശ്യമാണ് പോലീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ആവശ്യമായ ഒരു അംഗമെന്ന നിലയിൽ ആ രീതിയിലുള്ള ഒരു ബഹുമാനവും അതിനുള്ള സൗകര്യങ്ങളും ഒക്കെ കൊടുത്ത് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ പോലീസുകാർക്ക് വരുമ്പോൾ പോലീസുകാരുടെ പെരുമാറ്റത്തിലെല്ലാം മാറ്റം വരും. പക്ഷേ അങ്ങനെ ഈ പോലീസുകാരെ ഒരു ഇറാൻ ബോയ് പോലെ അവിടെ ഓരോ നേതാക്കന്മാരുടെയൊക്കെ സൗകര്യത്തിന് വേണ്ടിയും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അത് മാറ്റം വരില്ല. ഈ അന്വേഷണങ്ങൾ, അതായത് നമ്മൾ ഈ SP ഒക്കെ ആയ സമയത്ത് അന്വേഷണങ്ങളിലൊക്കെ പങ്കെടുക്കേണ്ട ഒരു സാഹചര്യവും സൂപ്പർവൈസ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതെ അതെ. അങ്ങനെ ഒരു വളരെ ക്രാക്ക് ചെയ്ത് എടുത്ത ഏതെങ്കിലും ഒരു കേസുകൾ ഉണ്ടോ? അവിടെ ഒരുപാടുണ്ടാവും, ഒരുപാടുണ്ട്. അത് പിന്നെ ചേർന്നപ്പോൾ തൊട്ട് തന്നെ കേസ് അന്വേഷണവും പിന്നെ സൂപ്പർവിഷനും സ്വയം ചിലത് അന്വേഷിച്ച് കൊടുക്കണമായിരുന്നു. ട്രെയിനിങ് അവസ്ഥ തൊട്ട് അന്ന് തൊട്ടേ ഉണ്ട്. അല്ല, ഞങ്ങളെപ്പോലുള്ളവരൊക്കെ സിനിമകളിലും പുസ്തകങ്ങളിലൊക്കെ അല്ലേ വായിക്കുള്ളൂ. ഇത് നേരിട്ട് അനുഭവമുള്ള ആളാണ്. ഒരുപാട് കഥകൾ ഇതുണ്ട്. അതിൽ ഞാൻ പിന്നെ
ഒരു ഒരൊറ്റ സംഭവം പറയാം, പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നതാണ്. അതായത് ഞാൻ ഖടഗ്പൂരിലെ അഡീഷണൽ എസ് പി ആയിരുന്നപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് 1992 ഏപ്രിലാണ്, ഏപ്രിൽ അവസാനമാണ്. അപ്പോൾ അതിനൊരു രണ്ടാഴ്ച മുമ്പ് അവിടെ വലിയൊരു സംഭവം നടന്നു. അതായത് അവിടെ ആദ്യം ഒരു ലോറി, അബാൻഡൻ ലോറി കിട്ടി ഖടഗ്പൂർ മാർക്കറ്റിൽ. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഈ ഖടഗ്പൂർ സബ് ഡിവിഷൻ്റെ നെക്സ്റ്റ് സബ് ഡിവിഷനാണ് ഛടഗ്രാം സബ് ഡിവിഷൻ. അത് രണ്ടും എൻ്റെ കീഴിൽ തന്നെയായിരുന്നു, അഡീഷണൽ എസ് പി ഖടഗ്പൂരിൻ്റെ കീഴിൽ. അവിടെ ഒരു ഇത് കിട്ടി, ഒരു ഡെഡ് ബോഡി കിട്ടി അവിടുത്തെ ഒരു ഫോറസ്റ്റിൽ, റോഡിൽ നിന്ന് കുറച്ചകത്തോട്ട്. അപ്പോൾ അതൊരു നേപ്പാളി ലുക്കിംഗ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അത് ക്ലീനറാണെന്ന് പിന്നെ മനസ്സിലായി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലാസ്റ്റിൽ ഡ്രൈവറുടെ ശവം അത് വേറൊരിടത്തുനിന്ന് കിട്ടി. അത് അവിടുന്ന് പിന്നെ കുറേ ദൂരം 2 ദിവസത്തേക്ക് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്ത് ഇതൊരു കേസാണെന്നുള്ള മട്ടിൽ വന്നു. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് എസ് പി പറഞ്ഞിരുന്നു. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ 2-3 ആഴ്ച കഴിഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഇത് ടോപ്പ് പ്രയോറിറ്റി, ഇതൊന്നും നമുക്ക് ഒരു ഇതും കിട്ടുന്നില്ല. ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഡ്രൈവറും ക്ലീനറും വണ്ടി ഒരു 150-200 കിലോമീറ്റർ ദൂരെയൊക്കെ ആയിട്ട് കിടക്കുന്നു. അപ്പോൾ അത് പക്ഷേ എങ്ങനെ സംഭവിച്ചു? ആ ലോറിയിലൊന്നും ഇല്ല, തന്നെ ഒരു സാധനവും ഇല്ല. അപ്പോൾ അതെന്തായിരുന്നു? അപ്പോൾ അങ്ങനെ അത് ആരും കംപ്ലയിൻറ്റ് ചെയ്തില്ല. പിന്നെ അത് അന്വേഷിച്ച് അന്ന് തൊട്ട് തുടങ്ങിയതാണ്. ചേർന്നപ്പോൾ ഒരു മാസം 2 മാസം മുഴുവൻ ഇതിൻ്റെ പുറകെ തന്നെ. വേറെ ഒരുപാട് ജോലികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ എങ്ങനെയോ സമയം കണ്ടെത്തി ഞാനും ഒരു ടീമും പിന്നെ അത് അവസാനം അത് മനസ്സിലാകുന്ന അവിടെ ഹൗറയിൽ നിന്ന് പോയ ചായയാണ്. 3 ലക്ഷം രൂപയുടെ ചായ പാക്കറ്റ് ഇതാണ്. അപ്പോൾ അത് പിന്നെ ഒരു തുമ്പും കിട്ടുന്നില്ല. അവസാനം കഷ്ടപ്പെട്ടാണ് നമ്മൾ അവരുടെ ഈ ഛടഗ്രാം ഏരിയയിൽ തന്നെയുള്ള ചില ഡെക്കോയിഡ് ഓരോരുത്തരായിട്ട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അതിൽ ഒരാൾ പറഞ്ഞ് വേറെ ഒരുത്തനെ കിട്ടി. അങ്ങനെ അത് അവരുടെ ഗ്രൂപ്പ് മുഴുവൻ പിടിച്ചു. ഇവിടെ സാധനം എവിടെയെന്നറിയില്ല. അത് പിന്നെ അവരെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്ത് അവസാനം കിട്ടി. ഇവിടെ എന്താണ് മറ്റേ അന്ന് ബീഹാറിലൊരു വലിയൊരു മാർവാടിയുടെ വീട്, അയാളുടെ റുംത എന്നാണ് അയാളുടെ പേരുണ്ടായത്. അപ്പോൾ അയാളുടെ വീടെന്ന് വെച്ചാൽ നിരവധി കൊട്ടാരങ്ങൾക്കുള്ള സ്ഥലമുണ്ട്. അതിനകത്ത് തന്നെ അയാളുടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലം എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ കെട്ടിടമാണ്, വലിയൊരു അമ്പലം, അയാൾക്ക് പേഴ്സണൽ അമ്പലം. ആ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ അത് നടുക്കാണ്. അതിൻ്റെ ഇപ്പുറമുള്ള റൂമുകളിൽ ഈ ചായ വെച്ചിരിക്കുക. അപ്പോൾ അത് എന്നിട്ട് ഞങ്ങൾ അത് മിക്കവാറും 70% ചായ ഉണ്ട്. അവസാനം അത് അവരെ ക്വസ്റ്റ്യൻ ആദ്യമൊക്കെ അയാൾ ഡിനേ ചെയ്തിരുന്നു, ഇയാളാണെന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് അവസാനം ഇവിടെയാണ് വെച്ചതെന്ന് അവർ കാണിച്ചത്. അപ്പം അതോടെ നമ്മുടെ തെളിവ് സ്ട്രോങ് ആയി. പിന്നെ ബാക്കിയുള്ളത് ഞങ്ങൾ വേറെ ഇവിടുന്ന് റിക്കവർ ചെയ്തെടുത്തു. ഇയാൾ തന്നെ ഇവിടെ മാറ്റി വെച്ചതാണ്. അപ്പം അങ്ങനെ അത് വളരെ ക്രൂരമായൊരു സംഭവമായിരുന്നു. അപ്പോൾ അവൻ ഡ്രൈവറെ കൊന്നു. അപ്പോൾ ഡ്രൈവർ അയാളുടെ പേര് തന്നെ അയാൾക്കൊരു ശരിയായ പേരല്ല, അയാളുടെ പേര് വിശ്വനാഥ് മണ്ഡൽ നിങ്ങളുടെ പേര് വെച്ചത്. പക്ഷേ ശരിയായിട്ടുള്ളൊരു ആദിവാസിയാണ്. അപ്പോൾ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് പിന്നെ മനസ്സിലായി അയാൾ പേര് മാറ്റിയതാണ്. അപ്പോൾ അയാൾ വീട്ടുകാർ പോലും അറിയുന്ന അപ്പോഴാണ്. അത് പിന്നെ വേറെ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് അവസാനം അത് ഒരു വിജയമായി. അതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യം. ഈ ഇങ്ങനെ അന്വേഷണങ്ങൾക്കിടയിൽ ഈ സംഘർഷങ്ങളിലൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അതായത് അന്വേഷണങ്ങളുടെ ഭാഗമായിട്ട്, അതായത് മറ്റ് പ്രക്ഷോഭങ്ങൾക്കിടയിൽ സ്വാഭാവികമാണ്. അതെ. അതല്ലാതെ അതായത് ഈ കള്ളനെയൊക്കെ പിടിക്കാൻ പോകുന്ന സമയത്തൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ബംഗാളൊക്കെ ആകുമ്പോൾ ധാരാളമുണ്ട്. അതായത് ഈ നമ്മൾ പിന്നെ കള്ളനെ പിടിക്കാൻ പോകുമ്പോൾ നമ്മൾ എക്സാക്ട്ലി ആ ലൊക്കേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ അവിടെയൊക്കെ ധാരാളം നായ്ക്കളും ഒക്കെ ഉണ്ട് ഗ്രാമത്തിൽ. അപ്പം രാത്രി നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഈ നായ്ക്കളെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി. അപ്പോഴേ ഇവർ കള്ളന്മാരെപ്പോഴും മനസ്സിനകത്ത് തയ്യാറായിരിക്കില്ല. അവൻ ആ വീട്ടിൽ തന്നെ നേരത്തെ ഉണ്ടാവില്ല, അടുത്ത വീട്ടിലായിരിക്കും, അവിടുന്ന് അവൻ രക്ഷപ്പെടും. അപ്പം നമ്മൾ വളരെ സൂക്ഷിച്ച് പിൻ പോയിൻ്റുകളെ പോകുന്നത്. അവിടെ ചെന്നിട്ട് ആരെങ്കിലും വിളിക്കാനോ, എല്ലാവരും ഉറങ്ങായിരിക്കും, വിളിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവന് വിവരം കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ വിവരമെല്ലാം മനസ്സിലാക്കണം, എവിടെയാണ് ഇന്നതാണ് ഇന്ന വീട് ഇങ്ങോട്ട് തീരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവിടെ ചെല്ലും, പെട്ടെന്ന് അവരെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഈ നാട്ടുകാരൊക്കെ കൂടെ വളയും നമ്മൾ. അങ്ങനെ കൂടെയുണ്ട് ചില ഏരിയാസിൽ, ചില സൊസൈറ്റിയിലുള്ളവർ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പിടിക്കും, പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി വെച്ച് വേഗം കൊണ്ടുപോകും. അവിടെ വെച്ച് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യില്ല. പക്ഷെ അങ്ങനെ ഒരു ദിവസം കുറച്ച് താമസിച്ച് പോയാണ് ഞങ്ങളുടെ സബ് ഇൻസ്പെക്ടർ കുറേ ആവശ്യമില്ലാതെ താമസിപ്പിച്ചു. ഞാൻ പറഞ്ഞു വേറൊരാളെ കൂടെ പിടിക്കണം എന്ന്. ഞാൻ ഇപ്പോൾ അതിൽ ഈ ലക്ഷ്യം കഴിഞ്ഞ് ഇന്നത്തെ കിട്ടി. പക്ഷെ ഭയങ്കര ജനക്കൂട്ടം വന്ന് ആ ജനക്കൂട്ടത്തിന് അത് കുറേ സ്ത്രീകളെ ആദ്യം അങ്ങ് വിടും. അപ്പം അതൊരു വലിയ കേസല്ലായിരുന്നു, അതൊരു രാഷ്ട്രീയ അടിപിടിയുടെ കേസായിരുന്നു. അപ്പം അവസാനം ഞാൻ വിട്ടുകൊടുക്കേണ്ടി വന്നു. സത്യം പറഞ്ഞു, ആ ആളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അവിടെ വലിയൊരു പ്രശ്നമുണ്ടായി. കാരണം അവരെ അടിക്കുകയോ ആ സ്ത്രീകളെല്ലാം കൂടെ അടിക്കാനോ, അല്ലെങ്കിൽ കുറേ ആണുങ്ങളും ഉണ്ട്, വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല.
ഒരു കമ്മ്യൂണിറ്റിക്ക് മുഴുവൻ ഒരു പ്രശ്നമായിട്ട് വന്നു. അപ്പോൾ ആ സമയത്ത് വിട്ടു പിന്നെ അയാൾ സറണ്ടർ ചെയ്ത് കാണും. അത് അത്ര ഒരു മർഡറോ ഒന്നുമല്ല, അങ്ങോട്ടുള്ള അടിപിടി കേസായിരുന്നു. പക്ഷേ രാഷ്ട്രീയ ഇതുള്ളതുകൊണ്ട് അങ്ങോട്ട് രണ്ട് സൈഡിനെ സമാധാനിപ്പിക്കാൻ അങ്ങോട്ട് പിടിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ടുകൂടെ ആയിരുന്നു അങ്ങനെ. പക്ഷെ എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. പൊതുവെ ഞങ്ങൾ വളരെ കെയർഫുള്ളാണ്, പെട്ടെന്ന് കൊണ്ടുപോകും. ഇത് പലപ്പോഴും പലയിടത്തും ഇങ്ങനെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ ഇതുപോലെ തന്നെ അത് പല പാർട്ടിയിലുള്ളവരുണ്ട്, എല്ലാ പാർട്ടിയിലുള്ള ആളുകളും അവർ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യും. മാർച്ച് ഇപ്പോൾ വിട്ട് കിട്ടണം, യാതൊരു നിയമത്തിനൊരു വിലയുമില്ല. അപ്പോൾ അത് നിയമ സാമാജികരൊക്കെ ആയിരിക്കും ചിലപ്പോൾ മുമ്പിൽ വരുന്നത്. അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ആ പോലീസ് സ്റ്റേഷൻ വെക്കുകയില്ല, നേരത്തെ തന്നെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എപ്പോഴും പ്രശ്നങ്ങളുണ്ട് പോലീസ് ജീവിതത്തിൽ. അതുപോലെ തന്നെ ഇപ്പം ബംഗാൾ എന്ന് പറയുമ്പോൾ കൂടുതലും ഇപ്പം ബംഗാളിൽ നിന്ന് ഒരാൾ വന്നാലും അത് ബംഗ്ലാദേശിയാണോ ബംഗാളിയാണോ എന്നുള്ളൊരു ഇതിപ്പോൾ കേരളത്തിൽ തന്നെ പലപ്പോഴും ബംഗ്ലാദേശികൾ വന്ന് താമസിക്കുന്നുണ്ട്. ആ ഒരു ബംഗ്ലാദേശി എന്നുള്ള ഒരു നുഴഞ്ഞുകയറ്റം അല്ലെങ്കിൽ അങ്ങനെയൊരു ഇത് സാർ എങ്ങനെയാണത് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അത് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അത് പിന്നെ ധാരാളമായിട്ട് അന്ന് തൊട്ടേ നടന്നു വരുന്ന എനിക്ക് തോന്നുന്ന കാര്യമാണത്. ഒരു വസ്തുനിഷ്ഠമായ കാര്യമാണ്. ബംഗ്ലാദേശിൽ നിന്ന് പിന്നെ വടക്ക് പറഞ്ഞ ഇന്ത്യയിലേക്കും പിന്നെ ബംഗാളിലേക്കും അതുപോലെ അവിടെ നിന്ന് തന്നെ ഒത്തിരി പേര് മറ്റ് സ്ഥലങ്ങളിലേക്കും കേരളമോ ഡൽഹിയോ ഒക്കെ പോയിട്ടുള്ളൊരു സത്യസന്ധമായൊരു വസ്തുതയാണത്. പക്ഷേ അത് കാരണം വെച്ചാൽ അവിടെ ബോർഡറിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ ഇൻവോൾവാണ്. BSFൻ്റെ ആണ് അവിടുത്തെ ബോർഡർ ഔട്ട് പോസ്റ്റുകളെല്ലാം. അതുപോലെ പിന്നെ അത് അവിടെ അതിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെയുള്ള ആളുകൾ ഇൻവോൾവ് ആകും. അങ്ങനെ അല്ലെങ്കിൽ അത് പറ്റില്ല. അവരെല്ലാം ഒരു കണക്ക് വെച്ച് അവർ അതിൻ്റെ പൈസ കൊടുക്കുന്ന അതിനുള്ള ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് ഉണ്ട്, ഇവരെ കൊണ്ടുവരാനും എല്ലാം അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെ പിടിക്കാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഈ പിന്നെ എന്താണ് ഇവരെ മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട് ഓരോ പോലീസിൻ്റെ വിങ് തന്നെയുണ്ട്, പോലീസ് ഇൻ്റലിജൻസ് വിഭാഗം വിങ്ങും എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു ആത്മാർത്ഥമായ പ്രവർത്തനം വരുന്നത്. പിന്നെ അവരെ കൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ള നോർത്ത് ഈസ്റ്റിലൊക്കെ തന്നെ പ്രയോജനം ഉണ്ടാവും. ചെറിയ കൂലിക്ക് അവർ ജോലി ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പോൾ പിന്നെ അവരുടെ കൂടെയുള്ള ആളുകൾ ഇവിടെ ഓൾറെഡി ഉണ്ടാവാം. അപ്പോൾ ഇവർക്ക് ഒരു ഷെൽട്ടർ കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ ആധാറൊക്കെ ഇപ്പോൾ വന്നു. എന്നാൽ അതുപോലും സിറ്റിസൺഷിപ്പിൻ്റെ ഒരു ഉറപ്പുള്ള കാര്യമല്ല. അതിനകത്തും ഒരു വേണമെങ്കിൽ ഒരാൾക്ക് ആധാർ കാർഡ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അത്തരം കേസുകൾ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. മറ്റേത് ഒരു റേഷൻ കാർഡ് മതി, അത് ആർക്ക് വേണമെങ്കിലും വേഗം ഉണ്ടാക്കാം. അതൊരു റേഷൻ കാർഡ് മതി ഒരു ഇന്ത്യൻ പൗരനാകാൻ. അപ്പോൾ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയിലോ ഒക്കെ എന്തുമാത്രം പ്രയാസമാണ് ഒരാൾ പൗരനാകാൻ. അപ്പോൾ ആ ഒരു റെക്കോർഡിങ്ങും ഇല്ല. ഇപ്പോൾ ഈ ആധാർ കാർഡ് നമ്മുടെ നരേന്ദ്രമോദിജി വന്ന ശേഷമാണ് അതിന് ഇത്ര തുടങ്ങിയത്. മൻമോഹൻ സിംഗിൻ്റെ സമയത്താണ്. വളരെ നല്ലൊരു കാര്യമായിരുന്നു. അതിപ്പം ലാർജ് സ്കെയിൽ ആയതുള്ള. പക്ഷേ അതും ഒരു ഒത്തൻറ്റിക് 100% ഒത്തൻറ്റിക്കാണ്. നമുക്ക് ഓരോ രാജ്യത്തും അവൻ്റെ ഒത്തൻറ്റിക് ഇത് വേണം. ഒത്തൻറ്റിസിറ്റി എല്ലാ രാജ്യത്തും എല്ലാ പൗരന്മാർ വേണം. എല്ലാ രാജ്യങ്ങളുടെയും ഒരു ബേസിക് തിങ്ങാണ്. പക്ഷെ അത് നമ്മുടെ രാജ്യത്ത് അത് ചെയ്യുന്നത് എന്തോ ഒരു അപരാധമാണെന്നുള്ള മട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരാനും ഇവിടെ സിറ്റിസനാകാനും ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറാനും ഒക്കെ പറ്റും. നമ്മുടെ ഒരു അഴിമതി നിറഞ്ഞ ഒരു സംവിധാനം നമ്മുടെ ടോപ്പ് ടു ബോട്ടം ഭാരതത്തിൽ എല്ലായിടത്തും ഉള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്.